പ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി നാളെ ഓണാട്ടുകരയുടെ മഹോത്സവത്തിന് നാട് ഒരുങ്ങിക്കഴിഞ്ഞു. മനസ്സും ശരീരവും ദേവീ സമക്ഷത്തിൽ അർപ്പിച്ച് ഭക്തിയുടെ പാരമ്യത്തിലെത്തി ആബാലവൃദ്ധ ജനങ്ങൾ ഒരുമിക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായി മാറുന്നു. ഓണാട്ടുകരക്കാർക്ക് കുംഭഭരണി എന്നാൽ ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഉത്സവമാണ്. തേരും കുതിരയുമെല്ലാം ഒരുക്കി 13 കരക്കാരും കുംഭഭരണി നാളിൽ ക്ഷേത്രത്തിലെത്തും. ഓണാട്ടുകരക്കാരുടെ ആഘോഷമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. 13 ദിവസം നീണ്ടു നിൽക്കുന്ന 13 കരക്കാരുടെ ഉത്സവം. കെട്ടുകാഴ്ചകളും കുത്തിയോട്ടപ്പാട്ടുകളും കുതിരമുട്ടിൽ കഞ്ഞിയുമൊക്കെയായി 13 കരകളും ഉത്സവം ആഘോഷമാക്കും. ശിവരാത്രി നാളിലാണ് കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം തുടങ്ങുക. എല്ലാ വർഷവും ശിവരാത്രി നാളിലാണ് കെട്ടുകാഴ്ച ഉരുപ്പടികൾ പുറത്തിട്ടതിന് ശേഷം കെട്ടുകാഴ്ചയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ശിവരാത്രി നാളിൽ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം കരനാഥന്മാരും കരക്കാരും ചേർന്ന് കെട്ടുരുപ്പടികൾ പുറത്തിട്ട് കെട്ടുകാഴ്ച നിർമ്മാണം ആരംഭിച്ച് കുംഭഭരണി നാളിൽ ക്ഷേത്രത്തിൽ ദേവിക്കായിട്ട് സമർപ്പിക്കും. അങ്ങനെ ഇരഴ തെക്ക്, ഇരഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണവലം തെക്ക്, കണ്ണവലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാം. അങ്ങനെ 13 കരയുടെ കെട്ടുകാഴ്ചകളാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട് കുംഭഭരണി നാളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈരഴ തെക്ക്, ഇരഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം തെക്ക്, മറ്റം വടക്ക്, മേനാമ്പള്ളി, നടക്കാവ് കരകളിലാണ് കെട്ടുകാഴ്ച നിർമ്മാണം പുരോഗമിക്കുന്നത്. വ്രതശുദ്ധിയോടെയാണ് നിർമ്മാണം. തൊണ്ണൂറ്റിരണ്ട് അടി വരെ ഉയരമുള്ളതാണ് ഇവിടുത്തെ കെട്ടുകാഴ്ചകൾ. പൂർണ്ണമായും തടിയിലാണ് നിർമ്മാണം. കെട്ടാൻ കയറും അലങ്കാരങ്ങൾക്കായി തുണികളും ഉപയോഗിക്കുന്നു. കുംഭഭരണിക്കുള്ള കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ മുതൽ നടത്തുന്ന അന്നദാന വഴിപാടാണ് കുതിരമുട്ടിൽ കഞ്ഞി. കുംഭഭരണിക്കാലത്തെ മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് മണ്ണിലിരുന്ന് ഇലക്കുമ്പിളിൽ സമഭാവനയോടെയുള്ള കഞ്ഞികുടി. ഇതിനുമുണ്ട് ചില പ്രത്യേകതകൾ. തെങ്ങോലക്കാൽ വളച്ചെടുത്ത തട ആദ്യമെത്തും. അതിനു മുകളിലാണ് തൂശനില വയ്ക്കുക. അതിൽ ചൂട് കഞ്ഞി ഒഴിക്കുമ്പോൾ ഇലവാടി കുമ്പിൾ പോലെ തടയ്ക്കുള്ളിലേക്ക് ഇറങ്ങും. കഞ്ഞിയിലേക്ക് അസ്ത്രമെന്ന കറി ഒഴിക്കും. മറ്റൊരിലക്കീറിൽ മുതിര വേവിച്ചതും പപ്പടവും അച്ചാറും, മധുരത്തിന് അവലും പഴവും ഉണ്ണിയപ്പവും. അന്ന് കരിപ്പിട തോട്ടിൽ നിന്നും ഭഗവതിയെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന തെക്ക് വശത്ത് അവിടെ ഒരു ബ്രാഹ്മണ കുടുംബമുണ്ടായിരുന്നു. ആ ബ്രാഹ്മണ കുടുംബത്തിൽ അവിടെ ഭഗവതി വന്നിരുന്ന് അന്ന് അവിടെ പുരമേഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഞ്ഞിയും മുതിരയും അസ്ത്രവും ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ കഴിച്ചു എന്നാണ്. ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുതിരം കഞ്ഞി മുതിര അസ്ത്രം എന്നുള്ള വഴിപാട് തന്നെ തുടങ്ങിയത്. കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങരക്കാരുടെ വീടുകളിലെ മറ്റൊരു പ്രധാന വിഭവമാണ് കൊഞ്ചും മാങ്ങയും. കൊഞ്ചും മാങ്ങയും ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് പ്രധാന വിഭവമായതിനു പിന്നിലെ ഐതിഹ്യം ഇതാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരമ്മ ഈ കൊഞ്ചും മാങ്ങ അടുപ്പത്ത് വെച്ചിട്ട് കുത്തോട്ടം കാണാൻ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കരിയാതെ നോക്കിക്കോണേ, കാത്തോണേ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് ഒരു കുഴപ്പമില്ലാതെ പാകമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ഐതിഹ്യമാണ്. കുംഭഭരണി നാളിൽ കാഴ്ചക്കണ്ടത്തിൽ കെട്ടുകാഴ്ചകൾ നിരക്കും. ജീവിതകളിൽ ഭഗവതി എഴുന്നള്ളി കരക്കാരെ അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം.
ഓണാട്ടുകരക്കാരുടെ ഹൃദയവികാരമാണ് ചെട്ടികുളങ്ങര ഭരണി. സംഘബലം കൊണ്ടും ഭഗവതി കടാക്ഷം കൊണ്ടും ലക്ഷ്യം കാണുന്ന ഓണാട്ടുകരക്കാർ ഒത്തുചേരുന്ന മഹോത്സവം. ഓണാട്ടുകരയുടെ സാംസ്കാരിക പെരുമയുടെ കാഴ്ചപ്പൊക്കമായെത്തുന്ന കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നതിന്റെ ആവേശത്തിലാണ് കരക്കാർ. 13 കരക്കാരുടെ 6 കുതിരകൾ, 5 തേര്, ഭീമൻ, പാഞ്ചാലി, ഹനുമാൻ എന്നിങ്ങനെയാണ് കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുക. ഓണാട്ടുകരയ്ക്കിനി ഉത്സവ നാളുകളാണ്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.